കർണാടക ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മാൽപേ ബീച്ചിലൊന്ന് കറങ്ങി അഗുംബയിലേക്കാണ്. ദ ലാൻഡ് ഓഫ് കിങ് കോബ്ര എന്നാണ് അഗുംബെ അറിയപ്പെടുന്നത്. വൺ ഡേ ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉടുപ്പിയിൽ നമ്മൾ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മാൽപേ ബീച്ചിലേക്കുള്ള ദൂരം. മഴയായതുകൊണ്ട് ബീച്ചിലൊന്നും ഇറങ്ങുന്നില്ല. എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ആ മാൽപേ ബീച്ച് കണ്ടിട്ട് അഗുംബയിലേക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു നമ്മൾ ഇന്ന് എഴുന്നേറ്റത്. 9 മണിയാകുമ്പോഴത്തേക്ക് റൂം വെക്കേറ്റ് ചെയ്തു. നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാൽപേ ബീച്ചിലേക്കാണ് ആദ്യം പോകുന്നത്. മഴയായതുകൊണ്ട് ബീച്ചിലേക്കൊന്നും ഇറങ്ങുന്നില്ല. പക്ഷെ മാൽപേ ബീച്ചും അവിടെയുള്ള ഹാർബറും ഒക്കെ ഒന്ന് കാണാനാണ് പ്ലാന്. നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമാണ് ഉടുപ്പി. നമ്മളെ നാട്ടിലേക്ക് പോലും ഇവിടുന്ന് മീൻ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാർബറിൽ ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഹാർബറും ഫിഷിങ്ങും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിടിലം ബീച്ചുണ്ട്. ബീച്ചിൽ ധാരാളം വാട്ടർ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെന്റ് മേരീസ് ഐലൻഡ് ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ബോട്ടിംഗ് ഒക്കെ നിരോധിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടുന്ന് ഒരു 100 രൂപ കൊടുത്ത് ബോട്ട് എടുത്ത് സെന്റ് മേരീസ് ഐലൻഡ് പോകാൻ പറ്റും. അവിടെയും ധാരാളം വാട്ടർ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ കാണുന്ന ആ ഒരു ചെറിയ ഐലൻഡാണ് സെന്റ് മേരീസ് ഐലൻഡ്. എല്ലാം ഒന്ന് കണ്ടുവെച്ച് ഇവിടെ നമ്മൾ അഗുംബയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. മാൽപേ ബീച്ചിൽ നിന്ന് അഗുംബയിലേക്ക് 60 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും ഡ്രൈവ് ചെയ്ത് അഗുംബ എത്താൻ. അങ്ങനെ 3 ദിവസത്തിന് ശേഷം നമ്മൾ അവസാനത്തെ ട്രിപ്പിലാണ് ഒന്ന് വെയിൽ വന്നത്. രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഹോട്ടൽ വന്നത്. കർണാടകത്തിലൂടെ യാത്ര ചെയ്യുമ്പം ഉള്ള മെയിൻ പ്രശ്നമാണ് ഹോട്ടലുകൾ. നല്ല വൃത്തിയുള്ളതോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ കാണാൻ തന്നെ കുറേ ദൂരം യാത്ര ചെയ്യണം. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. ഇവിടെ നമ്മൾ പറഞ്ഞത് നല്ല മസാല ദോശയും ബൺസും ഒക്കെയാണ്. ബൺസ് നമ്മൾ ഇന്നലെ കഴിച്ചതാണ്. അതിന്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഇന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഈ ബൺസിന്റെ കൂടെ കിട്ടിയ കറിയാണ് മറ്റൊരു ഹൈലൈറ്റ്. നമ്മൾ കടലക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ നിലക്കടലയുടെ കറി ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നത്. വെയിലൊക്കെ കണ്ട് സന്തോഷിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആ കാലാവസ്ഥ മൊത്തത്തിൽ അങ്ങ് മാറി മഴ പെയ്യാൻ തുടങ്ങി. ഇവിടുന്ന് ഇനിയും ഒരു 1/2 മണിക്കൂറും കൂടിയുണ്ട് അഗുംബ എത്താൻ. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ആ വലിയ മല കയറി കഴിഞ്ഞാലാണ് അഗുംബ എത്തുന്നത്. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഒരു മലയോ ഒരു കുന്നുപോലും നമ്മൾ കയറിയിട്ടില്ല. ഇനിയുള്ള അവസാനത്തെ ഒരു 5-6 കിലോമീറ്റർ ഒറ്റയടിക്ക് മല കയറി നമ്മൾ അഗുംബ എത്തണം. ഈ ഒരു ട്രിപ്പിന്റെ ഹൈലൈറ്റും അത് തന്നെയാണ്. ആ ഒരു ചുരം കയറുന്നതും ആ ഒരു വഴിയും ഒക്കെയാണ്. നല്ല രീതിയിൽ മഴ പെയ്യുന്നതുകൊണ്ട് നല്ല റിസ്ക്കും കൂടിയാണ്. ഏത് സമയത്താ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. ചുരമൊക്കെ കയറി മേലെ എത്തുമ്പോൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇത്. ഇവിടെ നിന്നുള്ള സൺസെറ്റും സൺറൈസും നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമ്മൾ വന്ന സമയത്ത് മൊത്തം കോടയിൽ മൂടിക്കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.
ധാരാളം കുരങ്ങന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് തിരിച്ചു വരുമ്പം കാറിന്റെ മേലെ വരെ കുരങ്ങന്മാരായിരുന്നു. ഇവിടുന്ന് ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ അഗുംബെ എത്താൻ പറ്റും. പല രീതിയിലാണ് അഗുംബെ അറിയപ്പെടുന്നത്. നല്ല രീതിയിൽ മഴ ലഭിക്കുന്നത് കൊണ്ടും റെയിൻ ഫോറസ്റ്റ് ഉള്ളത് കൊണ്ടും ദ ചിറാപുഞ്ചി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ കിങ് കോബ്രാസിന്റെ നാടായതുകൊണ്ട് ദ ലാൻഡ് ഓഫ് കിങ് കോബ്രാസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ധാരാളം വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലവും കൂടിയാണ് അഗുംബ. നമ്മൾ വന്ന സമയത്ത് റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഇവിടെ പല സ്ഥലത്തേക്കുള്ള എൻട്രിയും ഇവർ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് അഗുംബ ഒന്ന് ചുറ്റിക്കണ്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ. ചുറ്റിലും കോടയിൽ മൂടിക്കിടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു നല്ലൊരു ചായക്കട കണ്ടപ്പം വണ്ടി നിർത്തി. ചായയും പറഞ്ഞ് ചുറ്റിലും ഒന്ന് കറങ്ങി വന്നു. ഈ ഒരു ചായക്കടേൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബോട്ടിംഗ് പോയിന്റ് ഉണ്ട്. 5 രൂപയാണ് ഇവിടത്തേക്കുള്ള എൻട്രി ഫീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടെല്ലാം ക്ലോസ്ഡ് ആണ്. എന്തായാലും നമ്മൾ പറഞ്ഞ ചായ റെഡി ആയിട്ടുണ്ട്. ചായ വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ മല തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. റോഡ് പോലും മര്യാദയ്ക്ക് കാണാത്ത അവസ്ഥയായിരുന്നു. അഗുംബയിലേക്കുള്ള ഒരു കിടിലം മൺസൂൺ ഡ്രൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ മലയൊക്കെ ഇറങ്ങി താഴെ എത്തുമ്പോഴത്തേക്ക് മഴയൊക്കെ ഏതോ വഴിക്ക് പോയി. നമ്മളിവിടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് സ്നാക്സും ജംസും ഒക്കെ വാങ്ങിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഇനി മുന്നോട്ടുള്ളത് മംഗലാപുരമാണ്. മംഗലാപുരം പോയി നല്ല അടിപൊളി ഫിഷ് ഫുഡൊക്കെ ട്രൈ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക്. ആ കാഴ്ചകളൊക്കെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.